മെയ് 2-ാം തീയതി ആട്ടോ. അപ്പൊ അന്ന് നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോയതിന്റെ കുറച്ച് കുട്ടി കുട്ടി മൊമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ആട്ടോ ഇത്. അപ്പൊ രാവിലെ നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, 4:45 ആയപ്പോൾ എണീറ്റു. എന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡിയായി പോവുകയാട്ടോ ചെയ്തേ. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഈ ഒരു ജീൻസും ഈ ഒരു ക്രോപ്പ് ഷർട്ടും ആയിരുന്നു, കൂടെ ഈ ഒരു ഷൂവും കൂടെ പെയർ ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ റെഡി ആയിട്ട് നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി കേട്ടോ. അപ്പം റെഡി ആയിട്ടുള്ള ഷോയാണ് ദാ ഈ കാണുന്നത്. നമ്മുടെ കണ്ണാടിയും മുന്നിലുള്ള ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെയിൻ റോഡിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമുക്കുള്ള വണ്ടി അവിടെ വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കയറി പിന്നെ നമ്മൾ ഓരോ റിലേറ്റീവ്സിനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ പോവുക കേട്ടോ. പിന്നെ നമ്മളിന്ന് 2 ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മളിങ്ങനെ ഒന്ന് ഇറങ്ങി ബ്രേക്ക് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോവുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. രാവിലെ ആരും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് നിർത്തി പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ പിന്നെ യാത്ര തുടർന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതിരപ്പള്ളി വാട്ടർഫാൾസ് ആട്ടോ. അപ്പോൾ അതിലേക്കുള്ള റൂട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ വെച്ച് നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്കുള്ള ടിക്കറ്റ്സ് ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വാട്ടർഫാൾസിന് അങ്ങോട്ട് നമ്മൾ നടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവർക്കറിയാം നടക്കാൻ നല്ല സുഖമാണ്. കാരണം 2 സൈഡിൽ ഇങ്ങനെ കാടും മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ്, അങ്ങനെ ചൂടുന്നില്ല. കുറച്ച് നടക്കണം കേട്ടോ, ഒരു 10 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടക്കുന്ന വഴി നമുക്ക് ചെറിയ കുരങ്ങിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് ഇവന്മാരെയൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങ് പോകുന്ന വഴിക്ക് നമ്മുടെ വാട്ടർഫാൾസിന്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ അവിടെ കുറേ പേര് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇച്ചിരി അങ്ങ് നടക്കാനുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അവിടെ നിന്നിട്ട് വീണ്ടും നമ്മൾ താഴേക്ക് നമ്മൾ നടന്നു തുടങ്ങി കേട്ടോ. I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscing. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനായ വാട്ടർഫാൾസിന്റെ അവിടെ എത്തി. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാട്ടോ. ഇപ്പൊ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഈ ഒരു പാറ ഫുള്ളായിട്ട് ആ ഒരു സൈഡ് തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നമുക്കിങ്ങനെ വെള്ളം ചാടുന്ന കാണാൻ പറ്റും. ഇപ്പൊ അങ്ങനെ സീസൺ അല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാണാൻ വലിയ രസമില്ലായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ അതിന്റെ അടുത്തേക്കൊക്കെ പോയി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. എല്ലാവർക്കും സെപ്പറേറ്റ് ഫോട്ടോസ് ഒക്കെ വേണമായിരുന്നു. അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ അവിടെ നമ്മൾ തിരിച്ചിറങ്ങുക കേട്ടോ ചെയ്തത്. But it sounds like you're envisioning an instrumental piece that truly captures. പിന്നെ നമ്മൾ വരുന്ന വഴിത്താ ഈ വീഡിയോ കാണുന്ന മലയണ്ണാനൊക്കെ നമ്മൾ കണ്ടു. പിന്നെ കുരങ്ങും. ഇവർ രണ്ടുപേരും മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ. കുരങ്ങന്റെ കയ്യിൽ ഒരു കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചുള്ള അഭ്യാസമായിരുന്നു മരത്തിൽ എന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുരങ്ങാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. എൻ്റെ കസിൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ആൾ കുറച്ചൊന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് മാറിപ്പോയി കേട്ടോ. നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമായിരുന്നു കേട്ടോ. പിന്നെ കിട്ടില്ല എന്ന് ഉറപ്പായപ്പം ആൾ വേറെ റൂട്ട് മാറ്റിപ്പോയി. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചങ്ങ് ഇറങ്ങി പോന്നു കേട്ടോ. പിന്നെ പുറത്തേക്ക് വന്ന സമയത്ത് അവിടെ കുറേ കടകളുണ്ടായിരുന്നു. അവിടെ കുറേ ബാഗ്, പിന്നെ കുറേ ടോയ്സ്, കുറേ പാവകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കണ്ടാൽ എന്തായാലും വാങ്ങാൻ തോന്നും കേട്ടോ. ഞാൻ റേറ്റ് ഒക്കെ ചോദിച്ചു, പക്ഷെ എല്ലാത്തിനും നല്ല കത്തി റേറ്റ് ആണ്. എനിക്ക് ടൂറിസ്റ്റ് പ്ലേസ് പൊതുവേ എല്ലാത്തിനും റേറ്റ് ആണ്. പിന്നെ ബാർഗൈനിങ് ചെയ്താൽ ചിലപ്പോൾ 50 രൂപയ്ക്ക് കുറച്ച് കിട്ടുമായിരിക്കും. എങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ എല്ലാം ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ചിട്ട് ഒന്നും വാങ്ങാതെ ഇങ്ങ് പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പൊ തിരിച്ചു പോകുന്ന വഴി നമ്മൾ ഈ കാട്ടിനുള്ളിലാണെങ്കിൽ 1-2 മാനിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. വണ്ടി ഓടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2ാമത്തെ ഡെസ്റ്റിനേഷനായ ഡ്രീം വേൾഡിൽ എത്തി കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറാൻ പോയത് ഈ സ്കൈ ട്രെയിനിലായിരുന്നു. പക്ഷെ അവിടെ നല്ല ക്യൂ ആയിരുന്നുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ നമ്മൾ വേറൊരു റൈഡ് കയറി. റൈഡല്ല, നമ്മൾ 3D റൂമിൽ കേട്ടോ പോയത്. ഇതാണ് 3D റൂം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ട്രെയിൻ കയറാൻ വേണ്ടി വന്ന് ക്യൂ നിന്നു കേട്ടോ. അപ്പോൾ ആ നിന്ന ടൈമിലാണ് നമുക്ക് കയറാനുള്ള ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്ലോ ആയിട്ടോ വരുന്നത്, സ്പീഡ്. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ അതിനുള്ളിൽ കയറി ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അങ്ങ് എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു ഇത് പയ്യെ പോകുന്നെങ്കിലും നമുക്ക് അതിനുള്ളിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ താഴെയുള്ള ഈ പാർക്കിന്റെ ഫുള്ള് വ്യൂ കിട്ടും കേട്ടോ. അത്യാവശ്യം എല്ലാ സൈഡും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ പയ്യെ പോകുന്നെങ്കിലും നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ അത്ര ടൈം പോകുന്നൊന്നും അറിയില്ല കേട്ടോ.
അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ എളുപ്പം കൂടെയാണ്. കാരണം നമുക്ക് ടോപ്പിന് താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഷൂട്ട് ചെയ്ത് ആ റൈഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യും. Pairing lyrics with that vibe, I'm here if you ever feel like pairing lyrics with that vibe, I'm here. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഊഞ്ഞാല കയറി ഇതിങ്ങനെ മേലോട്ട് നമ്മൾ ഈ വള്ളം പോലെ ഇരിക്കുമല്ലോ, അങ്ങനെ ഒരു മൂവ്മെന്റിൽ മൂവ് ചെയ്യുന്ന ഊഞ്ഞാലോട്ടോ. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ അവത്തിലിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഇത് ഈ കാറിന്റെ സെക്ഷനിലാട്ടോ. ഞാൻ ഫസ്റ്റ് ഓടിച്ചു കഴിഞ്ഞു, പിന്നെ രണ്ടാമത് കയറിയുടെ റൗണ്ട് ആട്ടോ ഇത്. അപ്പൊ പിന്നെ അതൊന്നും ചുമ്മാ ഷൂട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഓടിച്ചപ്പോൾ ഫുൾ ഇടിയായിരുന്നു. ഇവര് പിന്നെ നല്ലപോലെ ഇടിക്കാണ്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം ഇടിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. I'm all about words, but it sounds like you're envisioning an instrumental piece that truly captures. പിന്നെ നമ്മൾ പോയത് ഈ ഒരു റൈഡ് കയറാനാണ്. ഇത് ഞാനും അമ്മ ഒന്നിച്ചാട്ടിരുന്നത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മതി. അമ്മ ഇനി ഒരു പരിപാടിക്ക് ഇല്ലെന്നാ പറഞ്ഞത്. അത്ര നല്ല എഫക്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റൈഡ് കയറാൻ പോകണം. അപ്പൊ കുറച്ച് അപ്പുറം കേട്ടോ പോകുന്നത്. അപ്പൊ അതുവരെയുള്ള സീനൊക്കെ ഇതുപോലെ നമ്മൾ കണ്ട് ഷൂട്ടൊക്കെ ചെയ്ത് പോവായിരുന്നു കേട്ടോ. But it sounds like you're envisioning an instrumental piece that truly captures a calm, beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഊഞ്ഞാല കയറാനുണ്ടോ. ഇത് നല്ല രസം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾ പയ്യെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ സ്പീഡ് കൂടി, അതുപോലെ തന്നെ അതിന്റെ മൂവ്മെന്റ് ഇങ്ങനെ മുകളിലേക്കായിട്ട് പോകുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അകത്തിൽ പോകാൻ. പിന്നെ നമ്മൾ പോയത് സ്നോ റൂമിലേക്കാട്ടോ. അപ്പൊ അവിടെ ഇടാൻ വേണ്ടി നമുക്ക് 2 വലിയ ബൂട്ടിന്റെ ചെരുപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ റൂമിനുള്ളിലേക്ക് കയറാൻ പോകട്ടോ. ഇതാട്ടോ ആ റൂമിനുള്ളിലെ വ്യൂ. ഫുൾ റെഡും പിന്നെ ഇടയ്ക്കൊരു വൈറ്റ് ലൈറ്റൊക്കെ വരും. പിന്നെ അതിനകത്ത് ഫുൾ ഐസാണ്, നല്ല തണുപ്പാണ്. നമ്മളെ ചൂടത്ത് നടന്നിട്ട് പെട്ട് ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ല സുഖമാണ്. നമുക്ക് ഇറങ്ങി പോകാൻ തോന്നിയില്ല കേട്ടോ. അപ്പൊ അവർ പാട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഒരു 10 മിനിറ്റോളം നമ്മൾ അതിനുള്ളിലിരുന്നു കേട്ടോ. Captures a calm, beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling ashore. A subtle pocket beat could mimic the. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വാട്ടർ റൈഡിലാണ് കയറാൻ പോയത്. വെള്ളത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോൺ പിന്നെ ലോക്കർ വെച്ചായിരുന്നു കേട്ടോ. പിന്നെയുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കസിന്റെ ഫോണിൽ. അപ്പം ഞാൻ അതിനകത്ത് നിന്ന് കിട്ടിയ വിഷ്വലാട്ടോ പിന്നെ കാർഡ് ചെയ്തേക്കുന്നത്. Occasional melodic bends reminiscent of waves rolling ashore. പിന്നെ ഈ റൈഡ് ആട്ടോ എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റൈഡ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ വെള്ളം നമ്മുടെ മേത്തേക്ക് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒന്നിക്കൂടുതൽ പ്രാവശ്യം കയറുവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. എന്നിട്ടും അടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി റൈഡിലൊക്കെ കയറി പിന്നെയും വന്ന് വെള്ളത്തിൽ കുറേ നേരം കളിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ നൈറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് ഡയറക്റ്റ് നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ രാത്രി ഒരു 10 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊച്ചു കൊച്ചു യാത്രാ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട കേട്ടോ. ബൈ ബൈ.